ഹായ് കൂട്ടുകാരെ, ദേ ഇന്നൊരു ചിക്കൻ കറി വെച്ചാലോ. അപ്പോൾ ഒരു 1/2 കിലോ ചിക്കൻ എടുത്തിട്ടുണ്ട്. അതിനകത്ത് ചേർക്കുന്നത് ദേ ഈ ഇപ്പം നമ്മുടെ ഈ തമിഴ്നാട്ടിൽ നിന്ന് കൊണ്ടുവന്ന ഒരു സൈസ് സവാള ഉള്ളി എന്ന് പറഞ്ഞൊരു ഉള്ളി കേട്ടോ. ഈ ഉള്ളിക്ക് ഒരു പ്രത്യേക ടേസ്റ്റ് ഇതുകൊണ്ട് സാമ്പാർ ഉണ്ടാക്കിയാലെന്നല്ല, ചിക്കൻ ഉണ്ടാക്കിയാലെന്നല്ല. അപ്പോൾ ഇതൊരു സവാള ഒരു 10-15 എണ്ണം എടുത്ത് ഞാൻ അരിഞ്ഞു വെച്ചിട്ടുണ്ട്. പിന്നെ കരിവേപ്പില, ഒരു തക്കാളി, കുറച്ച് ഇഞ്ചി, വെളുത്തുള്ളി. പിന്നെ വേണ്ടത് 2 സ്പൂൺ മല്ലിപ്പൊടി, ഒരു 1.5 സ്പൂൺ കാശ്മീരി മുളക് പൊടി, 1 സ്പൂൺ മുളക് പൊടി, പിന്നെ കുരുമുളക് പൊടി, മഞ്ഞൾപ്പൊടി, പിന്നെ ഗരം മസാല. അപ്പോൾ ഞാനിത് കുക്കറിലാട്ടോ ഉണ്ടാക്കണേ. അപ്പോൾ അത് വെളിച്ചെണ്ണ ഒഴിച്ച് ഇത് ഞാൻ ശരിക്കും ഒന്നും വരട്ടും ഇതെല്ലാം. എന്നിട്ട് വെളിച്ചെണ്ണ തെളിഞ്ഞ് കഴിയുമ്പോൾ ഈ പൊടികളെല്ലാം കൂടെ ഇട്ട് നല്ല മൂത്ത മണം വരുമ്പോൾ ചിക്കൻ ചേർത്തിട്ട് ഒരു സ്റ്റീം അടിച്ചാൽ മതി. ചിക്കൻ വെന്തിരിക്കും. ഒരു സ്റ്റീം വെച്ചിട്ട് 10 മിനിറ്റ് വെച്ചിരുന്ന ഓക്കെ ആവും. അപ്പോൾ ഞാനത് കുക്കറിൽ ഇതൊക്കെ വരട്ടിക്കോ പറ്റട്ടോ. പച്ചമുളക് ഇവിടെ ഇല്ലായിരുന്നു, അതുകൊണ്ട് ഞാനിത് പറമ്പിൽ പോയി 2 പച്ചമുളക് കുറച്ച് വേണം. അത് വേണ്ടോ. പച്ചമുളകിൻ്റെ എരിവ് ഇല്ലെങ്കിലും കുഴപ്പമൊന്നുമില്ല. അതിപ്പോൾ കാശ്മീരിയുടെ മുളക് പൊടിയുടെയും എല്ലാത്തിൻ്റെ എരിവ് തന്നെ ഇത് മതി. ഇതേ വെളിച്ചെണ്ണ തെളിഞ്ഞു കേട്ടോ. അപ്പോൾ പൊടികളെല്ലാം കൂടെ ഇടാൻ പോകും. പൊടികളെല്ലാം കൂടെ ഇട്ട് ഒന്ന് മൂത്തങ്ങ് വരുമ്പോൾ, മൂത്ത മണമല്ലേ, ഇതിൻ്റെ ഒരു പച്ചമണമൊക്കെ പോയി മൂത്തങ്ങ് വരുമ്പോൾ ചിക്കൻ ഇട്ട് കൊടുക്കാം. ചിക്കൻ ചേർത്തു, ഗരം മസാല ഇട്ടു. ഉണ്ടോ, ഇനി ചിക്കനിൽ നിന്ന് തന്നെ വെള്ളം ഇറങ്ങി വരും. വെള്ളം സെപ്പറേറ്റ് ഒഴിക്കുകയൊന്നും വേണ്ട. ഒരു സ്റ്റീം അങ്ങ് അടിക്കട്ടെ. ഒരു സ്റ്റീം അടിച്ചിട്ട് ഒരു 10 മിനിറ്റ് വെച്ചുകൊണ്ടിരിക്കും. അത് ചിക്കൻ വെന്തു കേട്ടോ. ഞാൻ കുക്കറിൽ നിന്ന് മാറ്റി ഈ പാത്രത്തിൽ വെച്ചത് കാണാൻ ഭംഗിയുണ്ടാവാൻ, പിന്നെ ഇത് കാണുമ്പോൾ എളുപ്പമുള്ള കുക്കറിൽ കാണാൻ വേണം. കുക്കറിൽ ഒരു സ്റ്റീം അടിച്ചു. എന്നിട്ടൊരു 10 മിനിറ്റ് വെച്ച് എല്ലാം ഇതും പോയി കഴിഞ്ഞ ശേഷമാണ് കേട്ടോ എടുത്തത്. ഇത് ചപ്പാത്തിക്ക് കഴിക്കാൻ നല്ലതാണ്. ചപ്പാത്തിക്കാണ് ഞാൻ മെയിനായിട്ട് കറി ഉണ്ടാക്കുന്നത്. ചോറിനും കഴിക്കാം കേട്ടോ.